വെൽക്കം ബാക്ക് മൈ ഫ്രണ്ട്സ്. നമ്മുടെ ചാനലിന്റെ മെയിൻ പർപ്പസ് ആയിരുന്നു സെൽഫ് ഇംപ്രൂവ്മെന്റ്. ഈ സെൽഫ് ഇംപ്രൂവ്മെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരണം വെച്ചെങ്കിൽ ഞാൻ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ റിസർച്ചിലും പ്ലാനിങ്ങിലും ആയിരുന്നു കുറച്ചാണ്. അതിനുശേഷം വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഷെഡ്യൂൾ തന്നെയാണ്. അപ്പോഴാണ് എന്തുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതൊരു ചലഞ്ചായി ഏറ്റെടുത്തുകൂടാണ്. അങ്ങനെയാണ് ഈ 90 ഡേയ്സ് ചലഞ്ച് എന്ന ആശയം മുന്നോട്ട് വന്നത്. ഈ 90 ഡേയ്സ് ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതിനു മുന്നേ എന്താണ് ഈ 90 ഡേയ്സ് ചലഞ്ച് എന്ന് മനസ്സിലാവാൻ ഈ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. ഈ 90 ഡേയ്സ് ചലഞ്ചിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ മുന്നേ എനിക്കൊരു 210 ദിവസത്തെ എക്സ്പീരിയൻസ് ആണ് പറയാനുള്ളത്. കുറച്ച് പേര് ചോദിച്ചിരുന്നു എങ്ങനെയായിരുന്നു ട്രെയിനിങ് പീരീഡിനെ കുറിച്ചൊന്ന് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഒരു ലൈഫ് ലോങ് എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ഒരു ഫോഴ്സിന്റെ ട്രെയിനിങ് സെക്ഷൻ അറ്റൻഡ് ചെയ്യുക, അത് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരു എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ ഡിഫിക്കൽട്ടാണ്. നമ്മൾ ഓരോ ദിവസവും മെന്റലി ഫിസിക്കലി ആണെങ്കിലും പുഷ് ചെയ്തിട്ടായിരിക്കും അവിടെ ഓരോ ദിവസവും സർവൈവ് ചെയ്യുന്നുണ്ടാവുക. കാരണം കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഗ്രൗണ്ടിൽ ഓട്ടം, ഫിസിക്കൽ വർക്കൗട്ട്, പരേഡ്, ക്ലാസ്, റോൾ കോൾ, അങ്ങനെ നിരവധി കാര്യങ്ങളാണ് നമ്മൾ ഒരു ട്രെയിനിങ് സെക്ഷനിൽ ചെയ്യുന്നുണ്ടാവുക. സമയത്തിന്റെ വാല്യൂ, വെള്ളത്തിന്റെ വാല്യൂ, ഫുഡിന്റെ വാല്യൂ ഒക്കെ നല്ല രീതിയിൽ മനസ്സിലാവുന്നതും അവിടെ നിന്നായിരിക്കും. നമ്മുടെ ലൈഫിലെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വേർഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വേർഷൻ ആയിരിക്കും നമ്മുടെ ട്രെയിനിങ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിന്റെ ഇൻസ്പിറേഷനിലാണ് ഈ 90 ഡേയ്സ് ചലഞ്ച് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. കാരണം 210 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞപ്പോൾ ഓൾറെഡി എൻ്റെ ഫിസിക്കും മെന്റാലിറ്റിയും ഡിഫറെൻ്റ് ആയിരുന്നു. നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് എൻ്റെ ലൈഫിൽ എനിക്ക് ആവശ്യമുള്ളത്. അതിനാണ് മെയിനായിട്ട് ഈ 90 ഡേയ്സ് ചലഞ്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇനി 90 ഡേയ്സ് ചലഞ്ചിനെ കുറിച്ച് പറയാം. ഈ 90 ഡേയ്സ് ചലഞ്ചിനെ 3 ഡിവൈഡ് ചെയ്യുന്നു. ഓരോ 30 ദിവസത്തെയും 3 സെക്ഷനാക്കുന്നു. ഇതിൽ ഒരു വീക്കിൽ നമ്മൾ 6 വർക്കിംഗ് ഡേയ്സ് ആണ് എടുക്കുന്നത്. അതിൽ ഒരു ദിവസം റെസ്റ്റ് ആയിട്ട് എടുക്കും. അതേപോലെ ടോട്ടലി 15 വീക്കായിരിക്കും ഈ 90 ഡേയ്സിൽ ഉണ്ടാവുക. ഓരോ 30 സെക്ഷൻ കൂടുമ്പോഴും നമ്മൾ നമ്മുടെ ഷെഡ്യൂൾ പ്ലാൻ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു 3 ഗോളുണ്ട്. അതിൽ ഫസ്റ്റ് ഗോളാണ് ഫിസിക്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു 100 പേര് എടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള എത്ര പേരുണ്ടാവും? മാക്സിമം വിരലിൽ ഉണ്ടാവുന്ന ആളുകൾ മാത്രമായിരിക്കും ഈ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കോൺഫിഡൻസ് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ വളരെ വലുതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഗോൾ എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഫിസിക്കാലിറ്റിക്കാണ് കൊടുക്കുന്നത്. സെക്കൻഡ് ആണ് ഹെൽത്ത്. നമ്മൾ ഈ കാണുന്ന 90% രോഗങ്ങളും വരുന്നത് നമ്മുടെ ഫുഡ് ഹാബിറ്റ് എന്നാണ്. നല്ല രീതിയിലുള്ള ഡയറ്റ് പ്ലാനോ അല്ലെങ്കിൽ ഫുഡ് ഹാബിറ്റോ ഇല്ല എങ്കിൽ നമ്മൾ എന്തായാലും വയസ്സാവുന്നതിനേക്കാൾ മുന്നേ ഒരു രോഗിയായി തീർന്നിരിക്കും. അതുകൊണ്ട് നല്ലൊരു ഡയറ്റ് പ്ലാൻ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. 3ാമത്തെ കാര്യമാണ് മെന്റൽ ഹെൽത്ത്. ഓവർ തിങ്കിങ്. നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് നമ്മൾ കുറെ ടൈം കളയുന്നുണ്ട്, ടെൻഷൻ അടിക്കുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ കാലത്തെ കുറിച്ച് ആലോചിച്ചിട്ട് പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ടും നമ്മൾ കുറെ ടൈം വേസ്റ്റ് ചെയ്യുന്നുണ്ട്, വെറുതെ നമ്മുടെ എനർജി കളയുന്നുണ്ട്. അപ്പോൾ എൻ്റെ മെന്റൽ ഹെൽത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളാണ് എനിക്ക് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. മൈ ഫിസിക്കാലിറ്റി, ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്. ഈ 3 കാര്യം ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും എൻ്റെ ഡേ ടു ഡേ പ്ലാൻ ഞാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. നിങ്ങളും ഈ 90 ഡേയ്സ് ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് വെച്ചെങ്കിൽ നിങ്ങളുടെ ടൈമും നിങ്ങളുടെ പ്രൈമറി ഗോൾസ് അനുസരിച്ചായിരിക്കും നമ്മൾ ഡേ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ പ്രൈമറി ഗോൾ അനുസരിച്ചുള്ള പ്ലാൻ ആയിരിക്കും. അതിൽ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫിസിക്കാണ്. അപ്പോൾ ഫിസിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ആദ്യം ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ലീപ്പ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനാണ്. ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും റിക്കവർ ആവാൻ ഏറ്റവും വേണ്ട കാര്യമാണ് സ്ലീപ്പ്. ഏകദേശം ഒരു 8 മണിക്കൂർ ഉണ്ടാവില്ല, 7.5 മണിക്കൂറൊക്കെയാണ് എൻ്റെ പക്ക റിക്കവറി ആയിട്ടുള്ള സ്ലീപ്പിംഗ് ടൈം എന്ന് പറയുന്നത്. ഒരു 11 PM to 7 AM ആണ്
എൻ്റെ ബെസ്റ്റ് സ്ലീപ്പിംഗ് ടൈം ഞാൻ ഷെഡ്യൂൾ ചെയ്തിരുന്നത്. പിന്നെ സെക്കൻഡാണ് എക്സസൈസ്. ജിമ്മ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജിമ്മാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിലും ഡെയിലി ജിമ്മിൽ പോകുന്ന വർക്കൗട്ടില്ല. ഓൾറെഡി ഒരു വീക്കിലി 4 ദിവസമാണ് ഞാൻ പോകുന്നത്. അപ്പർ, ലോവർ, പുഷ്, പുള്ള്, ഇതാണ് മാക്സിമം ഞാൻ യൂസ് ചെയ്യുന്ന വർക്കൗട്ട് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അതിൽ ഏറെക്കുറെ കാർഡിയോസ് ഉണ്ടാവും, കോർ വർക്കൗട്ട് വേറെ ഉണ്ടാവും. പിന്നെ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന സംഭവമാണ് സെൽഫ് ഡിഫെൻസ്. ഓൾറെഡി ഞാൻ കുറച്ച് മാർഷൽ ആർട്സ് അറിയുന്ന ഒരാളാണ്. അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റ്സ് ഞാൻ ഡെയിലി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. 4ാമത്തെ കാര്യമാണ് കാർഡിയോ. കാരണം നല്ല രീതിയിൽ ഫാറ്റ് ബേൺ ചെയ്യുന്ന ഒരു കാര്യമാണ് കാർഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കാർഡിയോ വർക്കൗട്ട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആളുകളും പല അഭിപ്രായങ്ങളുള്ള ആൾക്കാരുണ്ട്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഏതെങ്കിലും ഒരു സ്പോർട്സിൽ ഇൻവോൾവ് ആവാന്നാണ്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളറിയാതെ തന്നെ, നമ്മൾ ഓവറായിട്ട് പ്രഷർ ചെയ്യാതെ തന്നെ നല്ല രീതിയിൽ ഫാറ്റ് ബേൺ ആവും. ഈ ഫാറ്റ് ബേൺ ചെയ്യാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ ബോഡിയുടെ അവസ്ഥയാണ്. ഇതാണ് എൻ്റെ ബോഡിയുടെ അവസ്ഥ ഇപ്പോഴത്തെ. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ഫാറ്റ് എൻ്റെ ബോഡിയിലുണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്യാനാണ് മെയിൻ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കാർഡിയോ ആണ്. എൻ്റെ സെക്കൻഡ് ഗോളാണ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ. ഈ ഹെൽത്തിൽ ഇതേപോലെ ഫസ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് ഫാസ്റ്റിംഗ് ആണ്. ഒരു 12 മണിക്കൂർ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഫസ്റ്റ് സെക്ഷൻ 30 ദിവസം 12 മണിക്കൂറാണ് ഫാസ്റ്റിംഗ് എടുക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും തമ്മിൽ ഏകദേശം 12 മണിക്കൂറിന്റെ ഗ്യാപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 2ാമത്തെ കാര്യമാണ് പ്രോട്ടീൻ ഫുഡ്സ്. പ്രോട്ടീനും ഫൈബറും ഉള്ള ഫുഡ് നല്ല രീതിയിൽ കഴിക്കാൻ ശ്രമിക്കുക. ഈ ഫാറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഫുഡുകൾ നല്ല രീതിയിൽ കുറയ്ക്കുക. ബോഡി ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡോമോർഫാണ്. അപ്പോൾ നല്ല രീതിയിൽ ഫുഡ് എടുക്കുന്ന ഒരാളല്ല ഞാൻ. ഓട്ടോമാറ്റിക്കലി എനിക്ക് ആകെ ഒരു മീൽ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉച്ചയ്ക്കുള്ള നല്ലൊരു മീൽ കഴിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഓട്ടോമാറ്റിക്കലി എനിക്ക് നൈറ്റ് അധികം വിശക്കാറില്ല. അപ്പോൾ ലൈറ്റായിട്ട് തന്നെ കഴിച്ചാൽ മതി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ലൈറ്റ് ഫുഡ് ആയിരിക്കും. ലഞ്ചായിരിക്കും എൻ്റെ കുറച്ച് ഹെവി ആയിട്ടുള്ള ഫുഡ് വരുന്നത്. 3ാമത്തെ കാര്യമാണ് ഷുഗറും ഓയിലും ഉള്ള ഫുഡ്സ് നല്ല രീതിയിൽ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നല്ല രീതിയിൽ ഡൈജഷൻ പ്രോബ്ലം, പിന്നെ ഓൾറെഡി നമ്മുടെ ബോഡിക്ക് നല്ല രീതിയിൽ സൈഡ് എഫക്ട്സ് വരുന്നൊരു 2 ആയിട്ടാണ് ഈ ഷുഗറും ഓയിലും. അപ്പോൾ അത് നല്ല രീതിയിൽ ഞാൻ കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓൾറെഡി ചായ കൂടിയെല്ലാം ഏറെക്കുറെ നിർത്തി കഴിഞ്ഞു. ഞാൻ ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു. മസ്റ്റ് ടേക്കിംഗ് ആയിട്ടുള്ള ഫുഡ്സ് കുറച്ചുണ്ട്. നമ്മൾ നല്ല ഫുഡ് എടുത്താലാണ് നമുക്ക് നല്ല ബെറ്റർ ആയിട്ടുള്ള ഹെൽത്ത് ഉണ്ടാവുള്ളൂ. അതിൽ ഫസ്റ്റാണ് എഗ്, റൈസിൻ, പംകിൻ സീഡ്, കാഷ്നട്ട്, വാൾനട്ട്, ബദാം, ഡേറ്റ്സ്, പിന്നെ ബീട്രൂട്ടും ക്യാരറ്റ് ജ്യൂസും. ഈ ഫുഡ്സ് എല്ലാം എത്ര ക്വാണ്ടിറ്റിയിലാണ് എടുക്കേണ്ടതെന്നുള്ള വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തിനാണ് ഈ ഫുഡ്സ് എടുക്കണമെന്ന് ഞാൻ വ്യക്തമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇത് മസ്റ്റ് ടേക്കിംഗ് ആണ്. ഞാൻ എൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ മെറ്റബോളിക് റേറ്റ് അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ റേറ്റ് എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഫുഡ് ഐറ്റംസ് യൂസ് ചെയ്യണത്. എൻ്റെ 3ാമത്തെ ഗോളാണ് മെന്റൽ ഹെൽത്ത്. ഫസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് മെഡിറ്റേഷൻ. ഒരു കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ 10 മിനിറ്റ് മെഡിറ്റേഷന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. സെക്കൻഡാണ് റീഡിങ്. ഒരു 20-30 മിനിറ്റ്സ് ഡെയിലി ഏതെങ്കിലും ബുക്സ്, ഇഷ്ടമുള്ള ഏതെങ്കിലും ബുക്ക് വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. തേർഡാണ് റൈറ്റിംഗ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വറീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഞാനത് ഓട്ടോമാറ്റിക്കലി എല്ലാം എഴുതി വയ്ക്കാനാണ് ശ്രമിക്കുക. 4ാമത്തെ കാര്യമാണ് സെൽഫ് വീഡിയോ റെക്കോർഡിങ്. ഒരു ദിവസം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒരു 3-4 മിനിറ്റിൽ സ്വന്തമായിട്ടൊരു വീഡിയോയിൽ ജസ്റ്റ് ഇങ്ങനെ സംസാരിക്കാം. അത് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, മലയാളത്തിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്താണ് ആ ദിവസത്തെ ഇമോഷൻ എന്ന് ആ വീഡിയോയിലൂടെ എനിക്ക് മനസ്സിലാവണം. അപ്പോൾ ഇതാണ് എൻ്റെ 90 ഡേയ്സ് പ്ലാൻ എന്ന് പറയുന്നത്. ഇത് എൻ്റെ മാത്രം പ്ലാനിങ് ആണ്. എൻ്റെ പ്രൈമറി ഗോൾ അനുസരിച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്ത എൻ്റെ 90 ഡേയ്സ് ചലഞ്ച് പ്ലാനാണ്. ഇത് നിങ്ങൾ ആരെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാൻ ആയിരിക്കും. നിങ്ങളുടെ ടൈം ഷെഡ്യൂൾ ആയിട്ടുള്ള പ്ലാനിങ് ആയിരിക്കും നിങ്ങൾക്കും ഉണ്ടാവുക. അപ്പോൾ ആർക്കെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.